Hi and welcome to the new video. In this video, I will be discussing about different connections of three-phase windings. അപ്പോൾ മൂന്ന് ഫേസുകളാണ് നമുക്കറിയാം. അപ്പോൾ മൂന്ന് വൈൻഡിങ്ങുകൾ ഉണ്ടാവും. ഒന്ന് റെഡ്, യെല്ലോ, ബ്ലൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ സെറ്റും സ്റ്റാർട്ടിംഗ് എൻഡും ഫിനിഷിംഗ് എൻഡും വൈൻഡിങ്ങിൻ്റെ എങ്ങനെ വരച്ച് വെച്ചിരിക്കാമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. സെപ്പറേറ്റ് ലോഡുകളുടെ രീതിയിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തം എത്ര കണ്ടക്ടറിൻ്റെ ആവശ്യം വരും? 1 2 3 4 5 6. അപ്പോൾ ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്തായിട്ട് വരും? കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്കീമായിട്ടാണ് വരിക. കോംപ്ലക്സ് ആണ് എന്ന് മാത്രമല്ല എന്താ പറയുക, കോസ്റ്റ്ലി ആയിട്ട് വരും. ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നോർമലി ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക. രണ്ട് സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേ ഒരു റെസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വൺ ഈസ് സ്റ്റാർ കണക്ഷൻ എന്ന് പറയും. പിന്നെ ഒരെണ്ണം നമ്മളുടെ ഇപ്പോൾ സ്റ്റാർ ആണെങ്കിൽ നമുക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് വൺ വിൽ ബി ദ ഡെൽറ്റ കണക്ഷൻ. സോ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ആണ് ഇതിൻ്റെ രണ്ട് പോസിബിൾ വേസ് ഓഫ് അറേഞ്ചിങ് ദി ത്രീ ഫേസ് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ഈ വൈൻഡിങ്ങൾ മാത്രം എടുത്ത് അതിനെ അറേഞ്ച് ചെയ്യുന്ന രണ്ട് സെറ്റപ്പ് വെച്ചിട്ടാണ് ഈ സ്റ്റാർ കണക്ഷൻ ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിമിലർ എന്താ പറയുക എൻഡുകൾ കൂട്ടി ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റാർ ലൈക്ക് സ്ട്രക്ചർ ഫോമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് വൈൻഡിങ്ങുകൾ ജസ്റ്റ് ആദ്യം ഒന്ന് വരയ്ക്കാം. ഇത് റെഡ്, ദെൻ യെല്ലോ, പിന്നെ നമ്മളുടെ ബ്ലൂ. ഓക്കെ, RYB ഇതിൻ്റെ എല്ലാം എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് മേ ബി ഇത് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യുന്നത് സ്റ്റാർട്ട് എൻഡ് ആണ്, ഫിനിഷ് എൻഡ് ആണ്. അതേപോലെ എല്ലാറ്റിൻ്റെയും ഇത് സ്റ്റാർട്ട് എൻഡ്, ഫിനിഷ് എൻഡ്, ഇത് ഫിനിഷ് എൻഡ്, സ്റ്റാർട്ട് എൻഡ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഫിനിഷ് എൻഡുകൾ തമ്മിൽ കൂടി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു കണക്ഷനെയാണ് എന്താ പറയുക സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൂന്ന് ടെർമിനൽ ഇതാണ് ബേസിക്കലി പുറത്തോട്ട് ഉണ്ടാവുക. ഒന്ന് ഒരു R, പിന്നെ ഒന്ന് Y, പിന്നെ നമ്മളുടെ B എന്ന് പറഞ്ഞിട്ട് RYB ആണ് പുറത്തേക്ക് ഉണ്ടാവുക. RYB. അഡീഷണലി പക്ഷെ നമുക്കിവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിനെ സ്റ്റാർ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് എന്നാണ് പറയുക. അപ്പോൾ അതിന് ന്യൂട്രലും കൂടി പുറത്തേക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത് ആക്ച്വലി ഡിസ്ട്രിബ്യൂഷനിലാണ് ന്യൂട്രൽ ഉപയോഗിക്കുക. ട്രാൻസ്മിഷനിൽ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വയറിൻ്റെ എണ്ണം കുറയാം. 3 വയർ ആയിട്ടാണ് സ്റ്റാർ കണക്റ്റഡ് 3 വയർ സിസ്റ്റം ഉണ്ട്, 4 വയർ ഉണ്ട്. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് 3 വയർ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനിൽ മറ്റേത് ഉപയോഗിക്കും. ഇനി ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഒരു ഡെൽറ്റ ലൈക്ക് സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഡെൽറ്റ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ട്രയാങ്കിൾ ലൈക്ക് സ്ട്രക്ചർ മൂന്നെണ്ണം കൂടിയിട്ട് റെഡ് ഉണ്ട്, യെല്ലോ, പിന്നെ നമ്മളുടെ ലാസ്റ്റ് ബ്ലൂ. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്നതാണ് എന്താ പറയുക ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ ഇതിൽ റെഡും യെല്ലോയും ബ്ലൂവും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ടെർമിനൽസ് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ആകെ എത്രയേ ഉള്ളൂ? 3 ടെർമിനൽസേ വരാനുള്ളൂ, റെഡ്, യെല്ലോ, ബ്ലൂ. ഇതിൽ എന്തായാലും എന്തില്ല, ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരുന്നില്ല. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് എൻഡിലോട്ടാവും അടുത്തതിൻ്റെ സ്റ്റാർട്ട് എൻഡ്, അടുത്തതിൻ്റെ ഫിനിഷ് എൻഡിലോട്ടായിരിക്കും അടുത്ത ആളുടെ സ്റ്റാർട്ട് എൻഡ്. ആ ഒരു രീതിക്കൊരു ലൂപ്പായിട്ട് ഫോം ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് കണക്ഷൻസ് ഇൻ ത്രീ ഫേസ് സിസ്റ്റം. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ എന്താ സ്റ്റാറിലാണ് ന്യൂട്രൽ പോയിന്റ് ഉള്ളത്, മറ്റേ ന്യൂട്രൽ പോയിന്റ് ഇല്ല. ഇനി ഇതിലത്തെ കറണ്ടും വോൾട്ടേജും നമ്മൾ റിലേഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ടും ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഫേസ് എന്താണെന്ന് അറിയണം, അതേപോലെ ലൈൻ എന്താണ് എന്നുള്ളത് അറിയണം. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിംപ്ലി ഇറ്റ് ഈസ് വൈൻഡിങ്. ഒരു വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫേസ് എന്ന് വിളിക്കുന്നത്. സോ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസിൽ 3 വൈൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ 3 ഫേസുകളാണല്ലോ. ഇതാണ് ഒരു ഫേസ്, ഇതൊരു ഫേസ് വൈൻഡിങ്, ഇതൊരു ഫേസ് വൈൻഡിങ്, ഇതൊരു ഫേസ് വൈൻഡിങ്. ഇനി അപ്പോൾ ഫേസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് ഫേസ് കറണ്ട്. ഇതിൽ കൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു കറണ്ട് ഉണ്ടെങ്കിൽ ആ കറണ്ടിനെ എനിക്ക് എന്ത് വിളിക്കാം, ഫേസ് കറണ്ട്. ഇപ്പോൾ സേ ഞാൻ ഇവിടെ ഒരു കറണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞെങ്കിൽ അത് IR എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഫേസ് R ഫേസിലത്തെ കറണ്ട്. അതേപോലെ വേണമെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാം, Yയിലത്തെ എഴുതാവുന്നതാണ്. ഇത് IY എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് Y ഫേസിലെ, അതേപോലെ ഇത് IB എന്ന് എഴുതി IB. ഇതാണ് ഫേസ് കറണ്ട്. അപ്പം ഇനി ഫേസ് വോൾട്ടേജ് എന്തായിരിക്കും, ഫേസിൻ്റെ വൈൻഡിങ്ങിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. അക്രോസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റാർ കണക്ഷൻ്റെയാണ് പറയുന്നത്. ഒന്ന് ഈ ന്യൂട്രൽ പോയിന്റും പിന്നെ ഏതെങ്കിലും ഒരു എൻഡും ആയിരിക്കും. അപ്പോൾ ഇത് ആയിരിക്കും നമ്മളുടെ ഒരു ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ
നമ്മുടെ ഒരു ടെർമിനലും ന്യൂട്രലിനും ഇടയിലുള്ള കറണ്ട് ആയിട്ട് വോൾട്ടേജ് ആയിട്ട് വരും ഫേസ് വോൾട്ടേജ്. അപ്പോൾ ഇത് ആർ ഫേസിൻ്റെ ആണ്, വേണമെങ്കിൽ VR എന്ന് എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി VR എന്നൊക്കെ എഴുതാറുള്ളൂ. അതേപോലെ ഇത് VY എന്ന് എഴുതാം. ഇതേപോലെ എനിക്ക് N ഉം B യും തമ്മിലെടുക്കാം, VBN. അപ്പോൾ ഇതാണ് ഫേസ് എന്ന് പറയുന്നത്, ഫേസ് കറണ്ടും ഫേസ് വോൾട്ടേജും. ഇതേ സിസ്റ്റം നമ്മൾ ഡെൽറ്റയിൽ വേണമെങ്കിൽ വരികയാണെങ്കിൽ ഫേസ് കറണ്ട് എന്താ, ഈ ഫേസ് വൈൻഡിങ്ങിൽ ഒഴുകുന്ന കറണ്ട്, ഈ ഫേസ് വൈൻഡിങ്ങിൽ ഒഴുകുന്ന കറണ്ട്, അതേപോലെ അടുത്ത ഫേസ്, അതാണ് ഫേസ് കറണ്ട്. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഫേസിന് അക്രോസിൽ വോൾട്ടേജ്. ഇപ്പം ഇതിൽ എന്തില്ല, ന്യൂട്രൽ. ഫേസിന് അക്രോസിൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കണ്ടക്ടർ ടെർമിനൽസിന് അക്രോസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിന് പേരൊക്കെ കൊടുക്കുമ്പോൾ VRY എന്ന് കൊടുക്കേണ്ടി വരും. അവിടുത്തെ പോലെ നമുക്ക് ചുമ്മാ VR എന്നോ VR എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഫേസ് വോൾട്ടേജ്. അപ്പോൾ എന്താണ് ലൈൻ? ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുറത്തോട്ട് നിൽക്കുന്ന കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ലൈവ് കണ്ടക്ടറാണ്, പുറത്തേക്ക് നിൽക്കുന്ന ടെർമിനലാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് പുറത്തോട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മളുടെ ലൈൻ. ഇപ്പോൾ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ഒരു കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലൈൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളാണ് നമ്മുടെ ലൈൻ. ഇപ്പോൾ 3 ലൈനാണ് ഉണ്ടായിരിക്കുക, ന്യൂട്രൽ ലൈൻ അല്ല, ഇത് ലൈൻ, ഇത് ലൈൻ. ഇവിടുത്തെ കേസിലും ഇതൊരു ലൈൻ, ഇതൊരു ലൈൻ, ഇതൊരു ലൈൻ. അപ്പോൾ ലൈൻ കറണ്ട് എന്താ, ലൈനിൽ കൂടെ പോകുന്ന കറണ്ട്. ഇപ്പോൾ ഇത് കൂടെ വരുന്ന കറണ്ടാണ് ലൈൻ കറണ്ട് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു IR എന്ന് തന്നെ വിടാം, കാരണം ഈ ഒരു കേസിൽ സ്റ്റാറിൽ കറണ്ട് ലൈനും ഫേസൊക്കെ സെയിം ആയിരിക്കും കറണ്ട് കിട്ടാം. അപ്പോൾ IR വിളിക്കാം. ഇതിൽ ന്യൂട്രൽ കറണ്ട് ആണ്, അത് വേറെ, അത് IN. ഇപ്പോൾ ഇതൊരു ബാലൻസ് സിസ്റ്റം ആണെങ്കിൽ IN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കറണ്ടുകളുടെയും ഫേസ് കറണ്ടുകളുടെയും സമ്മായിരിക്കും, IR + IY + IB ന്യൂട്രൽ ഇതിൽ സ്റ്റാറിൽ. ഇനി ഇവിടുത്തെ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കറണ്ടാണ്, ഇതും തന്നെയാണ്, IR ആണ്. ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, എന്തായിരിക്കും, IY ആയിരിക്കും. ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, IB ആയിരിക്കും. പക്ഷേ ഫേസ് കറണ്ട് ഇതിൻ്റെ ഉള്ളിലാണ്, അതൊരിക്കലും എന്ത് ലൈൻ കറണ്ടായിട്ട് സെയിം ആയിട്ട് വരില്ല ഡെൽറ്റ. മറ്റോടത്ത് അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ലൈൻ വോൾട്ടേജ്? ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനുകൾക്ക് ഇടയിലുള്ള വോൾട്ടേജ് ആണ്, രണ്ട് ലൈൻ കണ്ടക്ടറുകൾ. ഇപ്പോൾ ഇതാണ് രണ്ട് ലൈൻ കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ ലൈൻ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് തന്നെ വരാൻ പോകുന്നത്, ഫേസ് വോൾട്ടേജ് വന്നാൽ അതേപോലെ തന്നെയാണ് വരിക. ഇപ്പോൾ ഇവിടെ വേറെ പേരൊന്നും ഉണ്ടാ. ഈ ഒരു കേസിൽ വോൾട്ടേജുകൾ ഈക്വൽ ആവും. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാനുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം.